എവ്രിവൺ. ഈ ഒരു വീഡിയോന്റെ തമ്മിൽ കാണിച്ചിരിക്കുന്ന പോലെ +2 ഇപ്പോഴേ പഠിച്ചു തുടങ്ങണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ +1 ലൈഫ് കഴിഞ്ഞു, വെക്കേഷൻ എൻജോയ് ചെയ്യുകയാണ്. വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ +2 ലൈഫിലേക്ക് കാലെടുത്ത് വെക്കും അല്ലെ. നിങ്ങളുടെ ജീവിതത്തിലെ സ്കൂൾ ലൈഫിലെ ഏറ്റവും അവസാനത്തെ കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ കിടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ മാക്സിമം നിങ്ങൾ +2 ലൈഫ് എൻജോയ് ചെയ്യുക, അതിനൊപ്പം തന്നെ നമ്മുടെ പഠനവും കൊണ്ടുപോവുക. അപ്പൊ ഇപ്പോഴും 10ാം ക്ലാസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച്, ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്, നാഴിക കല്ലെന്ന് പറയുമ്പോഴും +2 അതിനേക്കാൾ കുറച്ച് മുകളിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹയർ സ്റ്റഡീസ് ചൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ കരിയർ ഒക്കെ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നത് +2 റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് മോസ്റ്റ് പ്രോബബ്ലി. ഓക്കെ, ഇപ്പൊ +2 മാർക്കില്ലാത്ത കുറെ ആൾക്കാരും എന്താണ് ഹൈ ലെവലിലൊക്കെ എത്തി, വേറെ +2 മാർക്കില്ല ഇനി ഞാൻ നന്നായിട്ട് പഠിക്കും, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്റ്റെപ്പാണ്. പക്ഷെ എന്നാലും +2 അതിൻ്റെതായിട്ടുള്ള ഒരു വലിയൊരു റോളാണ് വഹിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. +1 നമ്മൾ കൊമേഴ്സ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ +1 നന്നായിട്ട് പഠിക്കണം. +1ലാണ് ഒരു ബേസ് നിങ്ങൾക്ക് കിട്ടുക. ആ ഫൗണ്ടേഷൻ സെറ്റ് ആയാൽ മാത്രമേ പിന്നീട് അങ്ങോട്ട് നമുക്ക് ഈസി ആവുള്ളൂ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നു, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പൊ +1ല് നിങ്ങൾ കൊമേഴ്സിൽ കണ്ടിട്ടുള്ളതിനേക്കാൾ കുറച്ചുകൂടി ഒരു അഡ്വാൻസ് വേർഷനാണ് +2ൽ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. കുറച്ചുകൂടി ഒരു ഹാർഡ് ലെവൽ കൂടാനായിട്ട് പോവാണ്. ഓരോ സ്റ്റെപ്പ് കൂടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഹാർഡ് ലെവൽ ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പൊ നമുക്ക് +2 അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളത് നോക്കാം അല്ലെ. നിങ്ങളിപ്പോ ഒരു വെക്കേഷൻ ടൈമിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഒരു എഫക്റ്റീവ്നെസ് ഉണ്ടായിരിക്കില്ല, അത്രത്തോളം ഇഷ്ടപ്പെട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഒരിക്കലും പ്രഷർ ചെയ്ത് നിങ്ങളോട് പഠിക്കണം എന്ന് പറയല്ല. ഒരു സ്മാർട്ട് സ്റ്റഡി ഇപ്പോഴേ തുടങ്ങുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ 24 മണിക്കൂർ നമുക്കൊരു ദിവസം ഉണ്ട്, അതിൽ 1-2 മണിക്കൂർ മാത്രം പഠനത്തിന് വേണ്ടി മാറ്റി വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അതുപോലെ തന്നെ അറിയാം, ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ഇപ്പം ഏകദേശം +1ൽ ഓരോ സബ്ജക്ട് പഠിച്ചപ്പോഴും ഏതാണ് എൻ്റെ വീക്കർ സബ്ജക്ട് അല്ലെ, ഏതിലാണ് എനിക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ആ സബ്ജക്റ്റുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ചില ആൾക്കാരെ സംബന്ധിച്ച് അക്കൗണ്ടൻസി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പൊ ആ അക്കൗണ്ടൻസിയിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒന്നുകൂടി +1 ഒന്ന് പൊടി തട്ടി എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ അങ്ങനെ ഓരോ സബ്ജക്ട് എനിക്ക് എവിടെയാണോ വീക്കർ ഏരിയ അവിടെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഷോർട്സ് നോട്ട്സ് ഒക്കെ ഇപ്പൊ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ അതിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. നമ്മളിപ്പോൾ ജീവിക്കുന്നത് അത്രയും നമുക്ക് റിസോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു വേൾഡിലാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഷോർട്ട് നോട്ട്സ് ഒക്കെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. അത് പിന്നീട് എക്സാമിന്റെ ഒക്കെ ടൈം ആവുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവാനായിട്ട് പോകുന്നത്. ഇപ്പം അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറെ ഓപ്ഷണൽ സബ്ജക്ട്സ് എടുത്തിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ എടുത്തിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ +1ൽ തീർന്നു. +2ലേക്ക് കുറച്ചുകൂടി ഒരു അഡ്വാൻസ് വേർഷൻ നിങ്ങൾക്ക് കാണേണ്ടതായിട്ട് വരും. അപ്പൊ +1 ആ ബേസ്, ആ ഒരു ഫൗണ്ടേഷൻ അവിടെ സ്ട്രോങ് ആക്കി വെക്കുക എന്നുള്ള കാര്യമാണ് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇപ്പൊ ഓരോ ചാപ്റ്റർ വൈസ് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പം ക്ലാസ്സുകൾ തുടങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം അറിയാം. അതുപോലെ തന്നെ ഇപ്പൊ എവിടെ നിന്ന് റിസോഴ്സസ് കിട്ടും, എങ്ങനെ പഠിക്കണം എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇപ്പൊ +2 പഠനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അതിന്റെ മുന്നിൽ ഉണ്ടെന്ന് കണ്ടു. അതുപോലെ തന്നെ +1 പഠിച്ച സമയത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഈ പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് III ഗോദ ബാച്ച് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ +2 പഠനം വളരെ ഈസി ആൻഡ് സിസ്റ്റമാറ്റിക് ആക്കാൻ വേണ്ടിയിട്ടാണ് III ഗോദ ബാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കറിയാം, +2ൽ പഠിക്കാനായിട്ടുള്ള സബ്ജക്ട്സ് എന്ന് പറയുന്നത് ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ഇത് മൂന്നുമാണ് കോർ സബ്ജക്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് വളരെ കമ്പൽസറി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. പിന്നെ വരുന്നത് ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, പൊളിറ്റിക്കൽ സയൻസ്, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇങ്ങനെ തുടങ്ങുകയാണ് നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ് ആൻഡ് അക്കൗണ്ടൻസിയുടെ ക്ലാസ്സസ് ആണ് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പം ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഫോൾഡേഴ്സ് ആയിട്ട് ഓരോ സബ്ജക്റ്റും കിട്ടുന്നതായിരിക്കും. ഈ ഓരോ സബ്ജക്റ്റിന്റെ ഫോൾഡേഴ്സിൽ കയറി കഴിഞ്ഞാൽ ചാപ്റ്റർ വൈസസ് ആയിട്ട് ഓരോ ഫോൾഡേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ഈ ഒരു ചാപ്റ്റർ വൈസ് നിങ്ങൾ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ കയറി കഴിഞ്ഞപ്പോൾ ബിസിനസ് സ്റ്റഡീസ് എക്സാമ്പിൾ എടുക്കുകയാണ്. ബിസിനസ് സ്റ്റഡീസിന്റെ ഫോൾഡറിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുക നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഫോൾഡർ ആണ്. അതിൽ കയറിയാൽ ഓരോ ടോപ്പിക്കും ഓരോ റെക്കോർഡഡ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇപ്പം നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിൽ ഫസ്റ്റ് വരുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഓക്കെ, ആ ഇൻട്രൊഡക്ഷൻ വീഡിയോന്റെ താഴെ മീനിങ്, ഡെഫിനിഷൻ, നേച്ചർ, ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോ ടോപ്പിക് വൈസ് വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പം പല കുട്ടികളെ സംബന്ധിച്ച് ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഒരു 5-6 ടോപ്പിക് വളരെ ഈസി ആയിരിക്കും.
ഒന്ന് രണ്ട് ടോപ്പിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ടോപ്പിക്സ് മാത്രമായിട്ട് ഇരുന്ന് കണ്ട് പഠിക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് എപ്പോഴാണോ പഠിക്കാനായിട്ട് തോന്നുന്നത് അതിനനുസരിച്ച് പഠിക്കാനായിട്ട് പറ്റും. വെക്കേഷൻ ടൈമിലൊക്കെ ഒരുപാട് ആൾക്കാർക്ക് എന്താണ് എൻജോയ് ചെയ്യാനുണ്ടാവും, പല സ്ഥലങ്ങളിൽ ട്രിപ്പ് പോകാനായിട്ടുണ്ടാവും അല്ലെ, പല സ്ഥലങ്ങളിൽ എന്താണ് താമസിക്കാനായിട്ട് നിങ്ങളുടെ പാരന്റ്സിന്റെ ഒക്കെ വീട്ടിലൊക്കെ താമസിക്കാനൊക്കെ പോകാനായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് എപ്പോഴാണോ കൺവീനിയന്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് അപ്പോൾ പഠിക്കാം. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് പഠിച്ച് വന്ന് കളിച്ച് അല്ലെ, കുറച്ച് ഓരോരുത്തരുടെ ഓരോ ടൈമിലാണ് പഠിക്കാനായിട്ട് മൂഡ് വരുന്നത്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സസ് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിൽ കാണാനായിട്ട് പറ്റും. റെക്കോർഡഡ് ക്ലാസ്സസ് മാത്രമല്ല, ലൈവ് സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഒരു ചാപ്റ്ററിലെ റെക്കോർഡഡ് വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവും. അപ്പൊ ആ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ലൈവുകളും നമ്മൾ വെക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ ടോപ്പിക്സ് പഠിക്കുമ്പോൾ ടോപ്പിക് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ആ ടോപ്പിക്കിൽ നിന്ന് പ്രീവിയസ് ഇയേഴ്സിൽ എങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയാൻ പറ്റുവാണെങ്കിൽ കുറച്ചുകൂടി ഒരു എഫക്റ്റീവ്നെസ് ഉണ്ടാവും അല്ലെ. അപ്പം ഓരോ ടോപ്പിക്സ് കഴിഞ്ഞതിന് ശേഷം ആ ടോപ്പിക്സിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയേഴ്സിൽ, അതായത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, മോഡൽ എക്സാം, ഫൈനൽ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പം 2017 മുതലുള്ള പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ആനുവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള PDF നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ സൊല്യൂഷനും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ചില ചാപ്റ്റേഴ്സിനൊക്കെ വളരെ ട്രിക്കി ആയിട്ടുള്ള, വളരെ ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെ, നിങ്ങളെ കുഴയ്ക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ ആ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻ പൂളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഒരുപാട് ഫീച്ചേഴ്സ് ആണ് ഈ ഒരു ഗോദ ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ആൻഡ് ടൈംലി ലൈവ് റിവിഷൻസും അതുപോലെ തന്നെ എക്സാംസും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഭയങ്കര എഫക്റ്റീവ് ആവുന്ന രീതിയിലാണ് ഈ ഒരു ബാച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഈ ഒരു +2 പഠനം ഈസി ആക്കാനും സിസ്റ്റമാറ്റിക് ആക്കാനും വേണ്ടിയിട്ട് ട്രിപ്ലൈ ഗോദ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഗോദ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വരുന്ന ഫീ എന്ന് പറയുന്നത് 4499 റുപ്പീസ് ആണ്. പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ഇത്തരം വീഡിയോസിനായി ട്രിപ്ലൈ +2 കൊമേഴ്സ് ചാനൽ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.